ചില പ്രോട്ടോക്കോളുകളും ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. വലിയ വെല്ലുവിളികൾ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിനുള്ള പ്രധാനപ്പെട്ട ഒരു കരാർ വ്യവസ്ഥയായി അമേരിക്ക കണ്ടത് ഹോർമുസ് തുറക്കുക എന്നുള്ളതായിരുന്നു. ഹോർമുസ് തുറക്കാത്തതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി ചില്ലറയല്ല. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഉപാധികളിൽ ഒന്ന് പ്രതിദിനം 15 കപ്പലുകളെ മാത്രമേ ഹോർമുസിലൂടെ കടന്നു പോകാൻ അനുവദിക്കൂ എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസ് കടൽ നിയന്ത്രണത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്ന് ഇറാൻ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഓരോ കപ്പലിലും കടക്കുന്നതിന് മുൻപ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അനുമതി അത്യാവശ്യമാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തികമായ ചില നിബന്ധനകൾ കൂടി ഇറാൻ വെക്കുന്നുണ്ട് എന്നത് ഏറ്റവും നിർണായകമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ ആസ്തികൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിക്കപ്പെട്ട തങ്ങളുടെ ആസ്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിട്ടു നൽകണം എന്ന ആവശ്യം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതൊരു പുതിയ നിബന്ധനയാണ്. മറ്റൊന്ന്, യുദ്ധം അവസാനിച്ചു എന്നത് അനുസരിച്ച് ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കണം എന്നുള്ളതും ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി മുന്നോട്ട് വെക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രത്യേകം യോഗം ചേരണമെന്നും ഈ പ്രമേയം പാസ്സാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അങ്ങനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അതിതീവ്രതയോടുകൂടി തന്നെ ഇറാൻ രംഗത്ത് വരുന്നത് ചെറിയ സാഹചര്യമല്ല സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊക്കെ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇത്തരം ഇറാന്റെ ഉപാധികൾ വളരെ പ്രധാനമാണ്. അജയ്, തീർച്ചയായിട്ടും ഇറാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഈ ഹോർമുസിന്റെ കാര്യത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ കപ്പലുകൾക്ക് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തീരുമാനമാണെങ്കിലും, അതുപോലെ കപ്പലുകളിൽ ടോൾ പിരിക്കാനുള്ള തീരുമാനമാണെങ്കിലും, അതെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ്. ഈ മേഖലയിലൂടെ മുൻപ് കടന്നുപോയിക്കൊണ്ടിരുന്ന കപ്പലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പ്രതിദിനം 130 കപ്പലുകൾ വെച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് 15 കപ്പൽ. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ പല മടങ്ങ് കുറവായിട്ടാണ് ഇപ്പോൾ കപ്പലുകൾ ഹോർമുസ് വഴി കടന്നു പോകുന്നത്. ഇത് ചില്ലറയൊന്നുമല്ല പല ലോകരാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നത്. ഈ മേഖലയിലൂടെ ഈ ടോൾ പിരിവ് അതും ഇറാൻ നടത്തുന്നത് ഒരു ചെറിയ തുകയല്ല. ഒരു $20 ലക്ഷം വില വരുന്ന ഒരു തുകയാണ് ഇറാൻ കപ്പലുകളിൽ നിന്ന് പിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇറാൻ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരു സമ്മർദ്ദ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോഴും മേഖലയിലെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഈ ചർച്ചകൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കപ്പലുകളെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു സമ്മർദ്ദ നീക്കത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് ആകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ എല്ലാം നൽകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അമേരിക്കയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അമേരിക്കയും ശക്തമായിട്ടുള്ള മറുപടികളാണ് ഇതിന് തിരിച്ചു നൽകുന്നത്. ട്രംപ് ഇപ്പോൾ കുറച്ചു മുൻപേ ഒരു ട്രൂ സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ടോൾ പിരിക്കാനുള്ള ഇറാന്റെ നിലപാട് അത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഉടൻ തന്നെ ഇറാൻ നിർത്തണം എന്നതെല്ലാമാണ് ട്രംപ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശക്തമായിട്ടുള്ള പ്രതികരണം ഈ ടോൾ പിരിക്കുന്നതിനെതിരെ വരുന്നു. ഇറാൻ എന്നാൽ ഇപ്പോഴും ഇത്തരത്തിൽ ഈ ടോൾ പിരിക്കുന്ന ആ നടപടികൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുള്ളിൽ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിലാണ് ഇറാൻ ഈ പണം വിനിയോഗിക്കുന്നതെന്നാണ് നിലവിലുള്ള വിവരം. തീർച്ചയായും അതിനകത്ത് മറ്റൊരു കണക്കുകൂടി പുറത്തു വരുന്നുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായ ഹോർമുസിലൂടെ കപ്പലുകൾ ഇനി കടന്നു പോകണമെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ടോൾ പിരിവ്, അതായത് ഓരോ എണ്ണ ടാങ്കറിനും $20 ലക്ഷം, ഏകദേശം 16.5 കോടി രൂപ. എത്ര വലിയ തുകയാണ് എന്ന് ആലോചിച്ച് നോക്കണം. അത് ഇറാൻ നൽകണം. സുരക്ഷാ ടോൾ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ ഇതിന് പേരിട്ട് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനീസ് കറൻസിയായ യുവാൻ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളോ വഴി പണം സ്വീകരിക്കൂ എന്നാണ് ഇറാന്റെ കർശന നിലപാട്. ഇത് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കായി മാറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അജയ് പറഞ്ഞതുപോലെ, ഇപ്പോൾ ഈ ടോൾ പിരിവിനെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളിപ്പറയുന്നുവെങ്കിൽ പോലും കൂട്ടു സംരംഭം എന്ന വാക്ക് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഇറാന്റെ ഈ നീക്കത്തെ എതിർക്കുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ ഹോർമുസ് സുരക്ഷിതമാക്കാൻ അമേരിക്കയും ഇറാനും ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമായി ഇതിനെ കാണണം എന്ന വിഡ്ഢിത്തം
ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ പ്രസ്താവനകളും തിരുത്തുന്ന പോലെ ട്രംപ് വീണ്ടും ആ പ്രസ്താവന തിരുത്തി ടോൾ പിരിവിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ഇത് ചില ഭരണാധികാരികൾക്കൊക്കെ, ചില ഇന്ത്യൻ ഭരണാധികാരികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു അഭിപ്രായം പറയും, അതിനുശേഷം അത് മാറ്റി പറയും, അത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കുന്നത് വൈകിയായിരിക്കും. സമാനമായി തന്നെ ലോക നേതാവെന്നൊക്കെ അഹങ്കരിക്കുന്ന ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ABC ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ ഇതൊരു കൂട്ടു സംരംഭമാണ്, അവിടെ നിന്നും പണം വാരാമെന്നുള്ള സ്വപ്നമൊക്കെ ആയിരുന്നു ട്രംപിന്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഏകപക്ഷീയമായ നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി ഇറാനെ വീണ്ടും വിമർശിക്കുകയാണ് ട്രംപ്. സൗദി അറേബ്യയും UAEയും തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു ഈ ട്രംപിൻ്റെ പ്രസ്താവന കൂടി വന്നപ്പോൾ. തങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ട്രംപിൻ്റെയൊക്കെ പ്രസ്താവന പോകുന്നത്. ഇതൊരു വഞ്ചനയായി പോലും ആ രാജ്യങ്ങൾ കാണുന്നതിനിടയിലാണ്, അവരുടെയൊക്കെ സമ്മർദ്ദ ഫലമായാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് തൻ്റെ പ്രസ്താവനയിൽ നിന്ന് പുറകോട്ട് പോകാൻ കാരണമാവുകയും ഒടുവിൽ ഈ ടോൾ പിരിക്കുന്നത് വലിയ തോതിൽ തെറ്റാണ് എന്നും അത് വെച്ചുപൊറിപ്പിക്കില്ല എന്നും ട്രംപ് പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അജയ് തുടരുക. അജയിലേക്ക് വളരെ പെട്ടെന്ന് വരാം. മറ്റു പല വാർത്തകളുടെയും വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തേടാനുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.